friends, welcome back to Orange Peel cooking session. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് റെസിപ്പിയുമായിട്ടാണ്. അതായത് ഏത് ക്ലൈമറ്റിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി പ്രോട്ടീൻ സൂപ്പ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ കുറച്ച് കിഡ്നി ബീൻസ്, അതായത് 1.5 കപ്പ് കിഡ്നി ബീൻസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഏത് സൈസിലുള്ള കിഡ്നി ബീൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ചെറിയ ബീൻസ് ആയാലും വലിയ ബീൻസ് ആയാലും കുഴപ്പമില്ല. ഇനി അതുപോലെ തന്നെ 3 വെളുത്തുള്ളി, ഒരു ചെറിയ നാരങ്ങ, ഒരു തക്കാളി, അതുപോലെ തന്നെ വൈറ്റ് ഒണിയൻസ്. അപ്പോൾ വൈറ്റ് ഒണിയൻസ് മുഴുവനായിട്ട് എടുക്കുന്നില്ല, അതിൻ്റെ പകുതി മാത്രമേ ഞാനിപ്പോൾ ഈ സൂപ്പിലേക്ക് എടുക്കുന്നുള്ളൂ. സാധാരണ സൂപ്പുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ഒണിയൻസ് ആണ് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ റെഡ് ഒണിയൻസ് ആണെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി വൈറ്റ് ഒണിയൻസ് ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ വൈറ്റ് ഒണിയൻസ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു സൈസിൽ വേണമെങ്കിൽ നുറുക്കിയെടുക്കാം. കാരണം നമ്മളിതെല്ലാം കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കനം കുറച്ച് നുറുക്കിയെടുക്കണം എന്ന് ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു സൈസിൽ നമുക്ക് നുറുക്കിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് കുക്കറിൽ തന്നെ നമുക്കതെല്ലാം ചെയ്യാം. വേറെ പാത്രം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സവോളയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടാനുള്ള ഓയിൽ മാത്രം മതി. ഇനി അതിലേക്ക് സവോളയും നമ്മുടെ ഒന്ന് വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതയ്ക്കുക. ഒരുപാട് പേസ്റ്റായിട്ടൊന്നും ചതയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൂപ്പ് ബാക്കിയുള്ള സൂപ്പിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയ ഒരു സൂപ്പാണ്. അപ്പോൾ അതായത് ബോഡി ബിൽഡിംഗ് ഒക്കെ ശ്രദ്ധിക്കുന്നവർക്ക്, നാച്ചുറലായിട്ട് പ്രോട്ടീൻ കണ്ടൻറ്റ് കിട്ടണം എന്നുള്ളവർക്കൊക്കെ ഇങ്ങനൊരു സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഏകദേശം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, ഒരുപാട് ബ്രൗൺ ആവണ്ട, ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബീൻസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇത് വേവാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര വിസിലാണോ വേണ്ട, ഒരു കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുപോലെ നിങ്ങൾ എടുത്ത ബീൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര വിസിൽ വേണം എന്നുള്ളത്. ഞാൻ ഇവിടെ വലിയ ബീൻസ് എടുത്ത കാരണം കൊണ്ട് എന്തായാലും എനിക്കൊരു 4-5 വിസിൽ വേണ്ടി വരും ഇതൊന്ന് വേവാൻ. ചെറിയ ബീൻസ് ആണെങ്കിൽ ഇത്രയും വിസിൽ ആവശ്യം ഉണ്ടായിരിക്കില്ല. അത് ഓരോ കുക്കറിനും നിങ്ങൾ എടുക്കുന്ന ബീൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്കൊരു 4-5 വിസിലാണ് വേണ്ടി വന്നത് ഇത് വേവാൻ. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ചിലവർക്ക് പയർ അങ്ങനെ തന്നെ സൂപ്പിൽ കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ മുഴുവൻ പയർ മിക്സിയിൽ അടിക്കേണ്ട, കുറച്ച് പയർ മാറ്റി വയ്ക്കുക. ബാക്കി പയർ മാത്രം മിക്സിയിൽ അടിച്ചാൽ മതി. എന്നിട്ട് നമ്മളിത് തിളപ്പിക്കും. നമ്മളിനി ഇത് വീണ്ടും തിളപ്പിക്കും. ആ ഒരു സമയത്ത് മാറ്റി വെച്ച പയർ അതിലേക്ക് ആഡ് ചെയ്താൽ മതി. അത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഞാനിപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി നമ്മുടെ കുക്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം ചൂടാക്കുക. അതിലേക്ക് ഇത് ഒഴിക്കുക.
ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ലൂസാക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ സൂപ്പ് റെഡി ആയി. ഇനി കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഈ സൂപ്പ് നമുക്ക് സ്പ്രിംഗ് ഓണിയൻസ് വെച്ചോ അല്ലെങ്കിൽ കൊറിയൻഡർ ലീവ്സ് ഒക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ഒക്കെ ചെയ്യാം. പക്ഷെ ഞാനിതോടെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ ഈ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയൻസും കൊറിയൻഡർ ലീവ്സും ഒക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഈ സൂപ്പ് ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രാക്ക് ചാക്ക് പോലെയുള്ള ഉപ്പുള്ള ബിസ്ക്കറ്റ് ഇതിൽ പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് സൂപ്പിനോടൊപ്പം കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടും. സൂപ്പുകളിൽ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. അതുപോലെ തന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പ്രോട്ടീൻ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പും കൂടിയാണ് ഇത്. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.